ഹായ് ഓൾ, എക്സിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൽ പ്ലാനർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള മീൽ പ്ലാനർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ മീൽ പ്ലാനർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അധിക പേരും ചെയ്തു വരുന്നിട്ടുണ്ടാവും. അപ്പോൾ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ടൈം സേവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിത് ഏകദേശം ഈ ഒരു രീതിയിലാണ് എൻ്റെ ഒരു മീൽ പ്ലാനിങ് ഉള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ഓരോരുത്തരുടെ വീട്ടിൽ ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തർ ചെയ്യാൻ. ഞാൻ ഈ കോളം മാത്രം ഒന്ന് പറയാം, അതായത് പ്രിപ്പറേഷൻസിൻ്റെ കാര്യം. ഇപ്പോൾ ഞാനിതാ ട്യൂസ്ഡേ പുട്ടും കടലാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ മണ്ടേൻ്റെ പ്രിപ്പറേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് കടല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ. അപ്പോൾ നമുക്കത് മറന്നു പോകുന്നൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ നാളെ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും, പിന്നെ പെട്ടെന്നായിരിക്കും ഓർമ്മ, കടല വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അതിലിങ്ങനെ എഴുതി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതാ വെള്ളപ്പം ഉണ്ടാക്കാനുണ്ട് വെനസ്ഡേ. അപ്പോൾ ട്യൂസ്ഡേൻ്റെ പ്രിപ്പറേഷൻസിൽ എന്താണ്, പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക എന്നുള്ള എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ പീസും അതിൻ്റെ കൂടെ കുതിർത്ത് വെക്കണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് എഴുതി വെക്കാറുള്ളത്. ഇപ്പോൾ ഇതുപോലത്തെ മീൽ പ്ലാനേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓൺലൈനിലും ആമസോണിലൊക്കെ ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള മീൽ പ്ലാനേഴ്സൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കണം എന്നുള്ളവർക്ക് ആമസോണിൽ കയറിയിട്ട് നോക്കിയിട്ട് വാങ്ങിക്കാം. അതല്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടിയത് ഒരു കാർഡ്ബോർഡ്. ഇതാ നമുക്ക് വേണ്ടിയ സൈസിലൊരു കാർഡ്ബോർഡ് എടുക്കുക. പിന്നെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പേഴ്സ്, A4 ഷീറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ഒരു ഗ്ലൂ സ്റ്റിക്ക്, അതുപോലെ തന്നെ കളറോ സ്കെച്ചോ എന്തെങ്കിലുമൊക്കെ, പിന്നെ പെൻസിലും, സിസേഴ്സ്, സ്കെയില്, പിന്നെ ഇതുപോലത്തെ ഒരു എന്താ പറയുക ടേപ്പ്, സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, നല്ല വീതിയുള്ള കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കാർഡ്ബോർഡ് മൊത്തത്തിൽ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് എടുക്കാം. ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ മൊത്തമായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയുള്ളത്, ഫ്രണ്ടിൽ ഇതാ നന്നായിട്ട് കവർ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്, യൂസ്ഡ് ആണ്. ഈ ഒരു സൈഡ് A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ കാർഡ്ബോർഡിൻ്റെ അതേ സൈസിൽ ഞാനിത് കട്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലാണ് നമ്മുടെ മെനു പ്ലാനർ വരച്ച് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു മോഡൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ഇതിലേക്ക് വരച്ചു കൊടുക്കാം, ഈ ഒരു A4 ഷീറ്റിലേക്ക്. മെഷർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഞാനൊരു 4 സെൻറ്റിമീറ്റർ എടുക്കുന്നേ. അങ്ങനെ ഞാനിതാ കംപ്ലീറ്റ് റോസും കോളംസും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടേബിള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് എന്തൊക്കെയാന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്ക്, ഡിന്നർ പ്രിപ്പറേഷൻസ്. ഇത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സൺഡേ ഞാനങ്ങനെ പൊതുവെ പ്ലാൻ ഒന്നും ചെയ്യാറില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ആക്കാറാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിതാ
മെനു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബേസിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സൺഡേ കൂടെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റോ കൂടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് വേണ്ട അനുസരിച്ചിട്ട്. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ വലിയ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് മൊത്തം ഒന്ന് ലാമിനേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ ഒരു രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട്. ഇനി നമുക്കിതിലൊരു ഇറേസബിൾ മാർക്കർ വെച്ചിട്ട് എഴുതി കൊടുക്കാം. അപ്പം മൺഡേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത് ചപ്പാത്തി ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറോ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ സിമ്പിൾ അല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വിവരം അറിയിക്കുക. ഇതിപ്പോൾ ചെറിയൊരു പീസ് കാർഡ്ബോർഡിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വേറൊരു ഷീറ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ വെക്കുകയാണ്. ഇതിന് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ലെഫ്റ്റ് ഓവേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സൈഡിൽ എഴുതി കൊടുക്കും. അതാകുമ്പോൾ നാളെ ഇനിയിപ്പോൾ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നാളെ നമുക്കത് മറന്നോ, അങ്ങനെ കുറേ ദിവസം അത് ഫ്രിഡ്ജിൽ കിടന്ന് നമ്മൾ കളയാറുള്ളൊരു ശീലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിപ്പോൾ ഇറേസബിൾ മാർക്കേഴ്സ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇതുപോലത്തെ OHP പെൻ ഉണ്ടല്ലോ, നമ്മൾ CD മാർക്കറൊക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഇറേസർ കുറച്ച് ആക്കിയിട്ട് നമുക്കിത് ഈസി ആയിട്ട് റബ്ബ് ചെയ്തെടുക്കാൻ പറ്റും ടിഷ്യൂ പേപ്പർ കൊണ്ട്. അപ്പോൾ ഈ രീതിക്കും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൻ്റെ മേലെ ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഇനി ഈ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ സൈഡിൽ ഇതാ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാൻ.